ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ തല എനിക്ക് പെട്ടെന്നാണല്ലോ ഇത്ര നേരം ഉണ്ടായിരുന്നു. കറങ്ങി ചെയ്ത് തല വേദനിച്ച് ചെയ്തു പെട്ടെന്ന്. ഇന്ന് പെട്ടെന്ന് എന്തോ വീഴാൻ പോയപ്പോഴത്തെ ഫീൽ എന്താണ് വീഡിയോ ഓണാക്കണ വരില്ല ഇടയ്ക്ക് പെട്ടെന്ന് എന്തോ പെട്ടെന്നൊരു തലവേദനയും ഛർദ്ദിക്കാൻ വരുന്ന പോയപ്പോൾ ഒരു ഫീൽ വന്നു. നല്ല പെട്ടെന്ന് എന്താ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇതിൽ വന്നതാട്ടോ. അപ്പോൾ ദേ അതിൻ്റെ 7:30 ജയിച്ചു വന്നു. ഞങ്ങൾ 8:20 ജയിച്ചു. ഞാൻ ഇന്നത്തെ ദിവസം കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ വേണ്ടി ഈ മനുഷ്യനെ ഉറക്കൂല. ഞങ്ങൾ കുറച്ച് നേരം സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പം ഈ കാത് കുത്തിയത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഈ ശബ്ദം വയ്ക്കല്ലേ കണ്ട ഭയങ്കര ഇഷ്ടമായിട്ടാണ്. കുറേ നാളത്തെ ആഗ്രഹം, കുറേ നാളത്തെ അല്ലാണ്ട് ഇനിയിപ്പോൾ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടാണ് പൊന്നു എന്ത് ചെയ്താലും അത് ഞാൻ ചെയ്യും എന്നിട്ടാണ്. അപ്പോൾ പൊന്നിനോട് ഞാൻ കുറേ നാളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊന്നു ഇവിടെ കാതുകുത്തരി നല്ല ഭയങ്കര എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള കാര്യമായിരുന്നു ഇവിടെ കാതുകുത്താനും ഇവിടെ മൂക്കുത്താനും. പക്ഷെ ഇവിടെ ഭയങ്കര വേദനയാന്ന് അറിഞ്ഞോട് കൂടിയിട്ട് ഞാൻ സ്വപ്നം വേണ്ടെന്ന് വെച്ചു ഇതും കുത്തണമെന്ന് വെച്ച് പോയതല്ല. എന്താ വെച്ചാൽ കാശ് എത്തിക്കാവൂന്നൊക്കെ വെച്ചിട്ട് കുത്തണമെന്ന് വെച്ച് പോയതല്ല കേട്ടോ. പക്ഷേ പൊന്നു കാര്യങ്ങളുടെ പരമായിട്ട് വിചാരിച്ചു. ആ കുത്തില്ലാന്ന് കരുതിയിട്ട് കുത്തിക്കാന്ന് അങ്ങനെയല്ല. അതെന്താന്ന് പറയുന്നത് ഏറ്റവും വലിയ സത്യം. ഞാൻ ഓരോ മാറ്റങ്ങളുണ്ട് ലൈഫിൽ. നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ പുതിയ ഒഴിവാക്കി ഭർത്താക്കന്മാരെ ഒഴിവാക്കി വേറെ ആൾക്കാരുടെ കൂടെ പോകുന്നുണ്ട്. അല്ല നല്ല ഭർത്താക്കന്മാരെ ചിലർ കുടിക്കില്ല വലിക്കില്ല ഭാര്യ. പക്ഷേ അതിൽ ചെറിയ ചെറിയ ഫോൾട്ടുകളുണ്ടാവും. ചിലപ്പോൾ പിശുക്കനായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഭർത്താവിനെ കണ്ടിട്ടായിരിക്കും വേറെ ചെക്കന്മാരിലേക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാനാ പിസ്ക് കാണിക്കണ്ടാവുള്ളൂ. ചിലപ്പോ യാത്രകൾ ചെയ്യാൻ അതില് അങ്ങനെ പലതരം ആൾക്കാരെ. അപ്പോൾ അത് ഇല്ലാതെ വെച്ചിട്ട് നിമിഷമാണ് നമ്മുടെ ഭർത്താവ് പൊട്ടെന്ന് വെച്ച് ഉപേക്ഷിച്ച് കുറേ ആൾക്കാരുണ്ട്. ശരിക്കും ക്രൂരമായിട്ടുള്ള ഭർത്താക്കന്മാർ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്തൊന്നും പെണ്ണുങ്ങൾക്ക് എടുക്കണമെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ പലതും ഇപ്പം അടുത്തന്നെ നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ്. പെൺകുട്ടികളുടെ ക്രൂരതയും കാര്യങ്ങളും ഭർത്താക്കന്മാർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു അവരൊക്കെ ആത്മഹത്യ ചെയ്ത് നീ വിഡിത്താണ്. ആർക്ക് പോയി? ആ അച്ഛനും അമ്മയ്ക്ക് പോയി അല്ലേ? ഇത്രയും വർഷം കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനും. ഞാൻ പറഞ്ഞു നമ്മളെന്താ ഇത്രയും സഹിച്ചെടുക്കുന്ന കാര്യമൊന്നുമില്ല. ഭർത്താക്കന്മാരെ അടിക്കാൻ കുത്തുക അങ്ങനെയുള്ള പ്രകൃതം നമുക്ക് ലൈഫിൽ അവരൊന്നും തെറ്റില്ലാണ്ടിരിക്കണം കേട്ടോ. അതൊന്നും ഒരു കാര്യം പറയാം. നമ്മുടെ തോന്നിയ ദിവസം നടക്കുമ്പോൾ കുടുംബത്തിൽ കലഹങ്ങളുണ്ടായിട്ട് അതൊരു കാരണമാക്കിയത് അത് നമ്മുടെ കൂടി സത്യം ഉണ്ടെങ്കിൽ അല്ല ഭർത്താവ് ഒരു ഒന്നുമില്ലാണ്ട് സംശയിക്കുന്ന ഒരാൾ അങ്ങനെയുള്ള ഒരാളോടൊന്നും ജീവിതകാലം മുഴുവൻ വീശി തീർക്കേണ്ട യാതൊരു കാര്യമില്ല. ആർക്കും ഇല്ല. ആണിനായാലും പെണ്ണിനായാലും ഇല്ല. ഭാര്യ ശരിയല്ല, ഭാര്യ കണ്ണവൻ്റെ കൂടെ സഹിച്ച് പിടിച്ചാൽ ഓരോരുത്തരുടെ കൂടെ പോയി വീട് വിളിച്ചു കൊടുത്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഉണ്ടാകും. ഞാൻ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷെ നല്ലൊരു ഭർത്താവ് ചെറിയ ചെറിയ ഫോട്ടോ ഒക്കെ നമുക്ക് അങ്ങനെ ഞാൻ പറയാൻ കാരണം വെച്ചാൽ അന്വേഷണത്തിലുണ്ടായിരുന്ന ഫോട്ടോകളിൽ ഒരു കാര്യമായിരുന്നു. അല്ല അങ്ങനെയല്ല, ഫോണിൻ്റെ അല്ല. ഒരു മൂക്കുത്താണ്ടിട്ട് ഞാൻ എത്ര കാല് പിടിച്ചിട്ടുണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് ഒന്ന് ഞാൻ മൂക്കുത്തറി എത്രയോ വർഷം കല്യാണം കഴിഞ്ഞ പുതിയതിൽ തൊട്ട് ഞാൻ എന്നോട് ചോദിച്ച ആഗ്രഹം ഞാൻ ഒന്ന് മൂക്കുത്തിട്ടാ പോകുന്നത്. എന്നിട്ട് എനിക്ക് സാധിപ്പിച്ചത് 10ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ തലേ ദിവസമാണ് എന്നെ കൊണ്ടിട്ട് തിരുവനന്തപുരത്ത് ഭീമ ജ്വല്ലറിൽ കൊണ്ടിട്ട് എനിക്ക് മൂക്കുത്തി തന്നത്. അത്രയും വർഷം 10 വർഷത്തോളം ഞാൻ എൻ്റെ പിന്നിൽ നടന്നത് ഒരു മൂക്കുത്തിയോ എന്ന് ചോദിച്ചിട്ടില്ല. അല്ല അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അതാ പറയണത്. അങ്ങനെ വെച്ചിട്ടല്ല. അതായത് എന്നോട് ദേഷ്യം ഉണ്ടായിട്ടാ. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആരും മൂക്കുത്തിയിട്ടില്ലാണ്ട് ആ 10 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാ അത് പറ. എന്നിട്ട് സമ്മതിച്ചില്ല പിന്നെ അത് വലിയ പ്രശ്നമായിട്ട് കണക്കാക്കി എന്തെങ്കിലും ഉണ്ടായില്ല. ഞാൻ എഴുത്തുകളോട് ചോദിക്കാനാണ് ഞാൻ ഒന്ന് മൂക്കുത്തിട്ട് എൻ്റെ വീട്ടിൽ നമ്മളെ ഉണ്ണീൻ്റെ വേദന സഹിക്കുന്ന കാര്യമായിരിക്കും. എനിക്ക് വിഷമം ഉണ്ണിക്ക് വേദന അത് ഞാൻ ഇല്ലാണ്ട് ഒറ്റയ്ക്കാണ് വേദന. അതൊന്നല്ല കാരണം തരിക്കണ എനിക്ക് നല്ലോണം അറിയാം. അങ്ങനെ 10 വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്കൊന്ന് മൂക്കുത്തുന്നത്. ഒരു മൂക്ക് ഇത് മൂത്തുന്നത്. പിന്നെ ഈ ഒരു മൂക്കുത്താൻ വേണ്ടിയിട്ട് എനിക്കധികം ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വന്നില്ല.
ഞാൻ ഇങ്ങനെ സംയുക്തർമ്മനാണ് കേട്ടാ എനിക്ക് ഈ ഒരു മുമ്പ് ഞാൻ അവിടെ വരുന്നുണ്ട് ടി വിയിൽ പാട്ട് വെച്ചിട്ട് ഞാൻ അവിടെ വീണ്ടും മാറി സ്കൂളുള്ള ദിവസമാണെങ്കിൽ ഇങ്ങനത്തെ ഇരിക്കൂലേട്ടാ. അപ്പൊ പറഞ്ഞത് അപ്പൊ ഈ ഒരു മൂപ്പുത്തൻ എനിക്ക് എന്നോട് ഒരുപാട് ചോദിക്കേണ്ട കാര്യങ്ങളൊന്നും വന്നില്ല. ഞാൻ ഇങ്ങനെ ദിവസം പറഞ്ഞു എനിക്ക് എന്നിട്ട് സംയുക്തർമ്മ ഈ ഒരു മൂപ്പുത്തൻ നല്ല രസമാണ്, എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു മൂപ്പുത്തറ ഉണ്ടെങ്കിൽ കുത്തിക്കോ, ആഗ്രഹം ഉണ്ടെങ്കിൽ കുത്തിക്കോ, അതിനിപ്പോ എന്താ കുത്തിക്കോ. ഇപ്പൊ ഈ ഒരു കാലത്തന്നെ ഞാൻ എന്നോട് പറഞ്ഞത് ചിലപ്പോ ഞാൻ കുത്തിട്ടേക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കുത്തിക്കോന്ന്. ഇത് കുത്തി കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ ഒരു ആഗ്രഹം എനിക്ക് ഇവിടെ ഇവിടെ കുത്തി കാണുന്ന ആഗ്രഹമുണ്ട്. എനിക്ക് കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഈ സൈഡിൽ കാതുത്തണം പിന്നെ നല്ല മൂക്കൂത്തണം. ഇതും ചോദിച്ചപ്പോ അയ്യോ അല്ലേട്ടാ ഇതിന്റെ ഉള്ളിലാ അയ്യോ വേണ്ട അതന്നെ ഇവിടെ കുത്തുന്ന കാര്യം ചോദിച്ചപ്പോഴും അന്വേഷണോട് പറഞ്ഞു ആ കുത്തിക്കോ നിനക്ക് ആഗ്രഹം കുത്തിക്കോ. അതാന്ന് പറയാ നമ്മളൊരു കാലത്തിൽ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്ത ഒന്നുമില്ല. ചിലപ്പോൾ എൻ്റെ ഒരു വിജയം എൻ്റെ ഒരുപാട് മാറ്റങ്ങൾക്കുള്ള കാര്യം അത് തിരിച്ചായാലും എനിക്ക് ചെറിയ മാറ്റങ്ങളോ ക്ഷേമോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു തന്നെയായിരിക്കും. എനിക്ക് തീരെ ക്ഷേമില്ലാത്ത വ്യക്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മള് കാശുള്ള സമയത്ത് ഒരാളെ സ്നേഹിക്കുക, കാശില്ലാത്തപ്പോ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്നലെ ഞാൻ ഒരു വ്യക്തിയെ കണ്ടപ്പോ എനിക്കത് നല്ല ഫീൽ ചെയ്തു. ഉള്ള കാലത്ത് നല്ല മാതിരി അടിച്ചു പൊളിച്ച് നടന്നിരുന്ന ഒരാളാണ്. ഇപ്പോൾ എന്തോ ആർക്കോ വേണ്ടി ജീവിക്കണമായിരുന്നു. ആളുടെ രൂപം കോലും ഒക്കെ കണ്ടപ്പോഴും ഭയങ്കര കടങ്ങളും പ്രശ്നവും ഒക്കെ എല്ലാ ഞങ്ങൾക്കും ഉണ്ട്. അതിപ്പോ അന്വേഷണ കാര്യം വന്ന മരുവനായാലും ഇപ്പൊ ഈ നിമിഷം വരെ നാളെ എന്താ നമുക്ക് പറയാം. ഞാൻ എന്തെങ്കിലും കാര്യം ടെൻഷൻ ഇന്നലെ അച്ഛനമ്മ ടെൻഷൻ അടിക്കണം അതൊക്കെ നമുക്ക് നോക്കാം. നമ്മളതൊക്കെ മാറി കാലത്തിൽ എത്തുക മാച്ച എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ മോളായാലും മരുവനായാലും ഞങ്ങൾക്ക് കൂടി ഉണ്ട്. അതും സപ്പോർട്ട് തന്നെയാ അല്ലേ. ഇപ്പൊ ഞാൻ വിളിക്കുമ്പോ അവനക്ക് എന്താ അമ്മയ്ക്ക് പറ്റി എന്നോടല്ല ചോദിക്കാം പൊന്നിനോടൊക്കെ പൊന്നു പറയാം അങ്ങനെ കാര്യങ്ങളില്ലേ എന്നൊക്കെ പറഞ്ഞു. എന്തിനാ കൂടെ അതൊക്കെ നടക്കുന്ന സമയം ടെൻഷൻ അടിച്ചിരുന്നു. അപ്പൊ മുപ്പിലൊക്കെ ഇങ്ങനെ പോയാല പുറത്തേക്ക് ഇറങ്ങിയാല. ഇപ്പൊ ഞങ്ങളൊരു ഹൈലൈറ്റ് മാളോട് ചിലപ്പോ ഞങ്ങളുടെ മൈൻഡ് മാറ്റാനത് മനസ്സിലായി. ഇപ്പൊ ഈ ടെൻഷൻ അതിനായിട്ട് എന്തെങ്കിലും ആലോചിച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ എന്നിട്ട് ആലോചിക്കുന്നു. ആലോചിച്ചിട്ടല്ല പരിഹാരം കണ്ടെത്തിയില്ല. പിന്നെ എന്തിനാ ആലോചിച്ചിട്ട് പരിഹാരം ഒരിക്കലും അതിനായിട്ട് ഞാൻ അത് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടുപ്പിച്ചിരിക്കാൻ ഞാൻ സമ്മതിക്കാറില്ല. അന്വേഷണം ഈ നിമിഷം നാളെ എന്താ എനിക്കറിയാം. ഈ നിമിഷം അന്വേഷണം ഞാൻ പുറത്തേക്ക് ഇറക്കുകയാണെങ്കിലും അന്വേഷണം അതിൻ്റെതായ ഭംഗിയിലും കാര്യത്തിലും ഞാൻ ഇറക്കുള്ളൂ. അത് നമ്മൾ ഭാര്യമാര് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഭർത്താക്കന്മാർക്ക് എന്ത് വന്നാലും കൂടെ ഉണ്ടെന്നുള്ള സപ്പോർട്ട് വേണ്ടേ. അപ്പൊ നമുക്ക് ബാക്കി എല്ലാ കാര്യത്തിനും ഇതായിട്ടും എല്ലാരും കൂട്ടായിട്ട് നിൽക്കുക. ഈ ഒരു വ്യക്തിയെ മാത്രം ഒറ്റപ്പെടുത്തിയ മാതിരി എനിക്ക് ഫീൽ ചെയ്തു. നല്ലൊരു വിഷമമായി കണ്ടപ്പോ. എന്തായാലും കാലിന്റെ മുകളിലും കൈയിന്റെ മുകളിലും ഒക്കെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടും പലരുടെ ലൈഫല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ ചിന്തിച്ചാൽ മാറാവുന്ന കാര്യങ്ങൾ ഉണ്ടാവുള്ള ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ ചെറിയ എൻ്റെ അന്വേഷണം എന്ന വ്യക്തി എന്നെ കല്യാണം ആയ സമയത്ത് എങ്ങനെയായിരുന്നു ചിലപ്പോ ഞാൻ ചിന്തിക്കും ഇന്നത്തെ ജനറേഷനിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ പുരാചിച്ചിട്ടൊന്നും വരില്ല. അതേ സെയിം കാറ്റഗറി എനിക്കും ഉണ്ട് കേട്ടോ, ഇല്ലാതെ ഞാൻ പറഞ്ഞ. ഭയങ്കര കുറുമ്പായിരുന്നു, തീരെ ക്ഷമയിലായിരുന്നു, ഭയങ്കര വാശി കൂടിയ കാലത്ത് തന്നെയാണ്. ഞാൻ നല്ല ഉത്തമമായിരുന്നു, നല്ല സ്നേഹം അങ്ങനെ. പക്ഷെ ഒന്നുണ്ടായിരുന്നു ഞങ്ങളുടെ രണ്ടാളുടെ ലൈഫിൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഞാൻ രണ്ടാളുടെ മനസ്സിൽ അന്നും ഇന്നും എന്നും ഉണ്ട്. അല്ല നമ്മളിപ്പോ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് വേറെ എന്തും കാരണം ഞങ്ങള് എന്താ പറയാ ഓവർടേക്ക് ചെയ്ത് വരുമ്പോള് നമുക്ക് അങ്ങനെ ഒരു തരത്തിലും നമുക്കത് തന്നോടും അത് കുറച്ചു നേരത്തേക്ക് അത് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ക്ഷമോടക്കനെ നിന്നതിൻ്റെയാണ് ഇന്ന് ഞങ്ങൾ എപ്പോഴും കൂടെ ഉള്ളതിന്റെ കാരണം. എന്താ വെച്ചാൽ കല്യാണം സമയത്ത് സത്യം പറഞ്ഞാൽ
ഒരു ഫംഗ്ഷന് പോലും എന്നെ പറഞ്ഞേക്കില്ല. ഒരാളുടെ വീട്ടിൽ സ്വന്തം ഉടവപ്പൻ്റെ മക്കളുടെ ഒരു പിറന്നാളോ തൊണ്ണൂറിനോ പോലും എന്നെ പറഞ്ഞേക്കില്ല. ആരുടെ കല്യാണത്തിന് ബന്ധുക്കളുടെ വല്യമ്മയുടെ മക്കൾ അങ്ങനെ പാപ്പൻ്റെ ആരുടെ കല്യാണങ്ങൾക്ക് എന്നെ പറയില്ല. അതൊന്നും വിഷയമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ചിന്തിച്ചപ്പോ പിന്നെ എന്നെ നല്ലൊരു ഡ്രസ്സ് ഇരിക്കില്ലായിരുന്നു, എന്നെ ഒരാൾ കാണാൻ പാടില്ലായിരുന്നു. അങ്ങനെ അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് ഓട്ടോറിക്ഷയിൽ കയറിയാൽ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഓട്ടോറിക്ഷയിൽ കയറുക, അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ഇങ്ങോട്ട് വരെ അന്ന് ഇവിടെ നിന്ന് ഇറങ്ങുക, അങ്ങനെ എന്നെ ആരും കാണുക, അങ്ങനത്തെ കുറേ മൈൻഡായിരുന്നു ഞാൻ. പക്ഷെ വന്നു കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും കൊണ്ടും എല്ലാം ചെയ്യും ഒക്കെ ചെയ്യും. പക്ഷെ ഗൾഫിലുള്ളപ്പോൾ അതോ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ഒരു 5-8 വർഷങ്ങൾ കഴിഞ്ഞു. പൊന്നു ജനിച്ചു, കുഞ്ഞ് ജനിച്ചില്ല, പൊന്നൊക്കെ ജനിച്ചു കഴിയുമ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടാണ്. പിന്നെ അല്ലെങ്കിൽ ഞാൻ എല്ലാ ഡ്രസ്സും ഇത് വേണ്ട, നല്ല ഭംഗിയിലൊന്നും ഇങ്ങനെ വേണ്ട അങ്ങനെ പറഞ്ഞ ഒരാൾ പിന്നെ പറയാ 5-8 വർഷം കഴിഞ്ഞപ്പോഴോട് അതൊക്കെ ഏതായാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് വിഷമമായി, അല്ല എനിക്ക് വിഷമമായി. അപ്പൊ ഞാൻ എന്നോട് പഴയ സ്നേഹം പോയി, പണ്ടത്തെ ആ സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ ഞാനും കാണുന്നത്. അന്ന് ഞാൻ ആ മൈൻഡ് ചെയ്യുന്നു, എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല എന്നാലും കാണാണ്ടാതിരിക്കണം. അപ്പൊ അങ്ങനെ പോസിറ്റീവ്, ഞാൻ നെഗറ്റീവിന് ഞാൻ ആ പോസിറ്റീവായിട്ട് കണ്ടായിരുന്നു. സത്യം ഒരു 15-കാരിയായിരുന്നു അത് ആദ്യം. 15, 16, 17, 18 വയസ്സുകളിൽ ഞാൻ ചിന്തിച്ച ചിന്താഗതികൾ അങ്ങനെയായിരുന്നു. അതെന്നോടുള്ള ഇഷ്ടമല്ല. ആ അന്വേഷണം നെഗറ്റീവ് ഞാൻ ഒരു പോസിറ്റീവായിട്ട് ഞാൻ കണ്ടത്. എൻ്റെ കുട്ടിക്കുമ്പോഴായാലും അന്നേടെ കുറെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണം അറിയായിരുന്നു. അന്വേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാണനെന്ന് പറയായിരുന്നു. എൻ്റെ അന്വേട്ടൻ എൻ്റെ വീട്ടിൽ തന്നെ എല്ലാവരും അതിനെ വിളിച്ചു തുടങ്ങി. എൻ്റെ അന്വേട്ടില്ലേ ഇവിടെ, എൻ്റെ അന്വേട്ടില്ലേ അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ മാമനൊക്കെ പോയി. എൻ്റെ അന്വേട്ടൻ ഇവിടെ അവിടെ വന്നില്ലേ നോക്കി. ഞാൻ എപ്പോഴും കല്യാണം എപ്പോഴും എന്ത് സംസാരിക്കും, എൻ്റെ അന്വേട്ടൻ ഇങ്ങനെ സംസാരിക്കുള്ളൂ. അപ്പൊ അത് ആ മനസ്സിലറിയായിരുന്നു ഇല്ലേ? അതുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് കാണാൻ കഴിയും എനിക്ക്. അതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ആ മനുഷ്യന് ഞാൻ പ്രാണനാന്ന് എനിക്കറിയായിരുന്നു. ഞങ്ങൾ എത്ര പിണക്കൾ ഇണക്കണുണ്ടെങ്കിലും തമ്മിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ആ ഒരു സത്യം ഞങ്ങൾക്ക് അറിയായിരുന്നു. സത്യം എന്ന് വെച്ചാൽ അതായത് മാറ്റങ്ങൾ. ഇന്നിപ്പോ അന്വേഷണ പോലെ മാറവരുണ്ടോ എന്ന് ചോദിച്ചാൽ അന്നത്തെ അന്വേഷണക്ക് ഇതിൽ അന്വേഷണ ശതമാനം 100-ൽ ഒരു 5% കാര്യങ്ങൾ ഞാൻ 200 രൂപ ഷെയർ ചെയ്തിട്ടുള്ളൂ. ബാക്കി 95 കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല. അത് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല കേട്ടോ. അതാകുമ്പോൾ ലോങ് വീഡിയോ 2-3 മണിക്കൂർ അങ്ങനെ അങ്ങനത്തെ ഒരു അന്വേഷണത്തിൽ നിന്ന് ഇന്ന് അന്വേഷണത്തിലേക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ട് അന്യന്യാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഗൾഫിൽ നിന്ന് പോയിട്ട് ഇങ്ങോട്ട് നാട്ടിലെത്തുമ്പോൾ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചത് അന്യന്യാണോ ഇങ്ങനെ മാറി എന്ന് ചോദിച്ചിട്ടുണ്ട്. ടോപ്പിട്ട് വന്നിട്ട് അന്യന്യാണോ ഇങ്ങനെ അല്ല ആ ഒരു മാറ്റം എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. അത് അല്ലേ എന്നാലും അന്യായിട്ട് സാരി മാത്രം ഉടുപ്പിക്കണു. 15 വയസ്സിൽ ഞാൻ സാരി മാത്രമേ യൂസ് ചെയ്യുന്നത്. മറ്റുള്ള ചുരിദാറുകളോ മറ്റു ഡ്രസ്സുകളോ ഒന്നും യൂസ് ചെയ്യിപ്പിച്ചിരുന്നില്ല. അത് എൻ്റെ അമ്മ ഉടുത്ത പഴകിയ നരച്ച സാരികൾ, നല്ല സാരി സാരി തരും ഇല്ല. അന്നത്തെ അധികം 3000 സാരി, അതായത് 27 വർഷം മുന്നേ 3000 സാരി മേടിക്കാൻ എൻ്റെ അമ്മയ്ക്ക് ആശയം കൊടുത്തിട്ട് അമ്മ പറഞ്ഞു ആൾക്കൊരു സാരി മേടിച്ചു കൊടുത്തിട്ടാണ്. അന്നത്തെ കാലത്ത് 26 വർഷം മുന്നേ എനിക്ക് 10,000 സാരി എടുക്കാൻ അന്നത്തെ നിലവാരം ഇന്നത്തെ 30,000 രൂപ പവറാ സാരിയുടെ. അന്ന് എനിക്കതിന് മേടിച്ചത്. അന്ന് അതുമാത്രമല്ല കേട്ടോ, ഒരാള് ഗൾഫിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ആ ആളുടെ കയ്യിൽ നിന്ന് വിലപ്പിടിപ്പുള്ള ചുരിദാറുകള് വാച്ചല്. എൻ്റെ മക്കള് മിഠായി തിൻ്റെ കുഞ്ഞിന് എന്താണെന്നറിയോ മിഠായികൾ അത്രയ്ക്ക്. ഒരാള് നാട്ടിൽ വരുന്ന 3-4 കിലോത്തോളം ചോക്ലേറ്റുള്ള മക്കൾക്കായിട്ട് എൻ്റെ പുറത്തേക്ക് അങ്ങനെ തിന്നിട്ട് എനിക്ക് കുഞ്ഞിന് ചോക്ലേറ്റ് വെറുത്തത് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ചോക്ലേറ്റ് വെറുത്തില്ല, തിന്ന് ചോക്ലേറ്റ് വെറുത്തിട്ടുള്ള ആൾക്കാരെ അത് അതിന് ഒരു വിഷമം ഞങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല. ഉള്ളപ്പോ നല്ല അന്തസ്സായിട്ട് അതേപോലെ ഇല്ലാത്ത നല്ലൊരു സാഹചര്യം ഞങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ ഈ സന്തോഷത്തിന് ചെറിക്കോ കളിക്കൊന്നും ഞങ്ങൾ ഒരു കുറവും ഞങ്ങൾ വരുത്തിയിട്ട് ആ കാലഘട്ടമായിരുന്നു നമ്മുടെ കുടിക്കുമ്പോഴത്തെ ചെറുപ്പം കാലഘട്ടം. അന്ന് നമുക്ക് ഉടക്കമുള്ളനും മുതലപ്പേരി അത് വേറെ ലെവലായിരുന്നു. നമ്മളന്ന് എല്ലാവരും ഇവിടെ
സന്തോഷമായിട്ട് ജീവിക്കുക. ആ കുടിക്കണ ഗർഭകാലം നമ്മളിവിടെ എല്ലാരും ജോലി ഒന്നും ഇല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് കുടുക്കല്ലില് എന്റെ ഗർഭകാലം ആസ്വദിച്ചത് പൊന്നു കുഞ്ഞിന് മാത്രമായിരുന്നു. എന്താ വെച്ചാൽ എന്നിട്ട് രാവിലെ രാത്രി വരുമ്പോ വയറുമ്പോ ഇങ്ങനെ തൊഴിയിലും കുടുക്കല് കയറുമ്പോണ്ടായിരുന്നു കുടിക്കുന്ന കളിച്ചിട്ട് കുടിക്കുന്ന ഒരു ഉമ്മ വയറുമ്പോ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ തിരിച്ച് അല്ല നേരത്തെ രാവിലെ 6 മണിക്ക് പോയി രാത്രി 12 മണിക്കാണ് ഹോട്ടൽ അടച്ചിട്ട് വരിക. പിന്നെ കുളിച്ച് ഭക്ഷണം കഴിയുമ്പോൾ 2 മണിയാണ്. അപ്പൊ 2 സമയമില്ല. അത് കഴിഞ്ഞ് കുടിക്കുമ്പോൾ ഗർഭാലത്തില് വിശേഷം ഉണ്ടായിട്ട് 2-3 മാസം എപ്പോഴാണ് ലോക്ക്ഡൗൺ വന്ന് ഹോട്ടൽ അടച്ചിട്ട് അവിടെ ഞങ്ങളുടെ സന്തോഷം എന്താ വെച്ചാൽ ഞാനും കുഞ്ഞനും അങ്ങേട്ടനും കൊടുക്കലും ഞാൻ എൻജോയ് ചെയ്ത സമയം സത്യം ഭയങ്കര എനിക്ക് അറിയാമല്ലോ ലോക്ക്ഡൗണിലൊരു അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് നല്ലോണം അയച്ചാൽ അങ്ങനത്തെ എല്ലാ അവസ്ഥകളോടെയാണ് ഞങ്ങൾ അനിയേട്ടനെയോ കുണുക്കനെയോ കുഞ്ഞിനെയോ ഞങ്ങൾ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. ഞാൻ ഈ ഗർഭുണ്ടാക്കിയിട്ട് ഞാനും പൊന്നുമാണ് സാധനം മേടിക്കാൻ മൂന്നാമത്തേക്ക് ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഡോർഷൻസ് മറ്റു സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ട് ഇവിടെ വെക്കും. ഞങ്ങൾ കഴിയുമ്പോൾ അച്ഛനും മക്കളും കുളിക്കാൻ ചൂടുള്ളൊക്കെ വെച്ചൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ടെറ്റോളൊക്കെ വെച്ച് വെള്ളം സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുണ്ടാവും. അത് മേത്ത് വെച്ച് ഇതുകൊണ്ട് കൂടെ അത് കുളിച്ച് ഒക്കെ. പക്ഷെ ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈഫില് ദുരന്തങ്ങൾ കുറെ ഉണ്ടെങ്കിലും പ്രസവത്തിന് പോലും ഞങ്ങൾക്ക് അറിയാം. മനസ്സുകൊണ്ട് നല്ല സ്നേഹിക്കും. ഞങ്ങൾ ആ കാലഘട്ടം കുഞ്ഞിക്ക് ഒന്ന് കുടിക്കുന്ന കാലഘട്ടമായിരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്ത കാലഘട്ടം. ആ ഗർഭകാലം എൻ്റെ ഒരു ഗർഭകാലം ഞാൻ എൻജോയ് ചെയ്ത് കുടിക്കുമ്പോൾ എന്താ വെച്ചാൽ അന്നും ദൈവം നമ്മളെ തോൽപ്പിച്ചില്ല. അതാണ് എന്നോ ചേർന്നൊരു എന്ത് ചെയ്യും കയ്യിൽ കാശില്ല എന്നിരിക്കുന്ന സമയത്ത് അതായത് കല്യാണം കഴിഞ്ഞ പുതിയതില് ചേർന്നൊരു LIC പകുതി കുറച്ചടച്ചിട്ട് നിർത്തിയിരുന്നു. 69,000 രൂപ. ഞങ്ങൾ പോലും അറിഞ്ഞില്ല പേപ്പർ LIC. അപ്പൊ ഞങ്ങൾ എന്താന്ന് മനസ്സിലായി. പിന്നെ വായിച്ചത് ഇത്ര രൂപ കിട്ടാണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ പോയിട്ട് 2 പേർക്ക് ഒരു അക്കൗണ്ടൊക്കെ ചേർന്നു. ഒരാഴ്ച എനിക്ക് ആകാശ എൻ്റെ അക്കൗണ്ടിലേക്ക് കയറി. അന്നും നമ്മളെ ദൈവം അങ്ങനെ ഒരു കാശ് നമ്മള് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങള് പ്രസവത്തിന് വെച്ച കാശ് എന്താ വെച്ചാൽ ഞങ്ങൾ അഡ്വാൻസ് 1 ലക്ഷം ഹോട്ടലിൽ കൊടുത്തിരുന്നു. പഠിച്ചപ്പോൾ ആ 1 ലക്ഷത്തിന് അവർ പിടിച്ചാൽ വന്നാലും ആ ഹോട്ടൽ നന്നാക്കിയിട്ടുള്ളൂ ഈ മനുഷ്യൻ പോയതിന് ശേഷം. അതായത് പറയും നമുക്ക് റെന്റിന്ന് കിഴിക്കാം, നീ അത് ചെയ്തോ. അതിന്റെ ഓർഡർ ഞാൻ പറയും ഹോട്ടലിൽ ടൈലിട്ടോ നമുക്ക് അതിന്റെ റെന്റ് ഇതൊക്കെ പറഞ്ഞു ഹോട്ടലിൽ നന്നാക്കിയിട്ടുള്ളൂ, കേട് വരുത്തിയില്ല. ഓരോ വശം നന്നാക്കി ടൈലൊക്കെ ഒട്ടിച്ച് വൃത്തിയാക്കിയിട്ടുള്ളൂ. എന്നിട്ട് ഹോട്ടല് അടച്ചപ്പോ ഞങ്ങൾ എത്ര രൂപ പിടിച്ചു? നമുക്ക് 28-30 കിട്ടി. 70,000 ഉറുപ്പ്യോളം പിടിച്ചു. അടച്ചു കിടക്കണ ഹോട്ടലിന് കറണ്ട് ബില്ല് 3 മാസം. അത് ഞങ്ങൾ ഈ അടക്കണ തലേദിവസമാണ് കറണ്ട് ബില്ല് അടച്ചിട്ടുള്ളൂ. എന്നിട്ട് എന്നാലും കറണ്ട് ബില്ല് വരിക 6,000-7,000 വരിക. എന്നിട്ട് അടച്ചിട്ട ഹോട്ടലിൽ ഞാൻ എന്തായാലും ഒരാളെ ശപിക്കാറില്ല കേട്ടോ. സത്യം പറഞ്ഞു ഞാൻ നെഞ്ചത്ത് കൈവച്ചിട്ട് ഞാൻ ദൈവത്തെ വിളിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. അപ്പൊ നമ്മളെ ഇങ്ങനെ തോൽപ്പിച്ചല്ലോ അത് ഉള്ളവരും നമ്മളെ ഒന്ന് വാക്കോട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ കൈ പിടിച്ചാൽ ഞാൻ കൈ പിടിച്ചാൽ ഞാൻ നെഞ്ചത്ത് കൈവച്ച് ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. പക്ഷെ ആ പ്രാക്ക് ഇത്രയ്ക്കാവും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ആ ഹോട്ടൽ ഇന്ന് തുടങ്ങാനും പറ്റിയിട്ടില്ല, തുറക്കാനും മുന്നിൽ തന്നെ റോഡ് പടിയുടെ ഒരു ചെറിയ പാലം പോലെ വലിയ അങ്ങനെ ഒരു പാലം പോലെ ഹോട്ടലിന്റെ മുന്നിൽ തന്നെ വന്നു. ഇപ്പൊ എന്താ വെച്ചെങ്കിൽ ഇന്ത്യക്കാർക്ക് ഡ്രസ് ഉണക്കാനുള്ള സ്ഥലമാക്കി മാറ്റി. ഞാൻ അത്രയൊന്നും അടുത്ത് ഇങ്ങനെ ചെയ്തൂലോ എന്നുള്ള ഒറ്റ ലക്ഷം രൂപ ഹോട്ടലിൽ ഞങ്ങൾ ഇറക്കിയെന്ന്. എന്നിട്ട് ഞങ്ങളോട് ചെയ്തപ്പോ ഭയങ്കര ഫീൽ അടിച്ചു. എല്ലാന്നൊന്നും അറിയില്ല. ഇപ്പോഴും അതേ പോകുമ്പോ എനിക്ക് വിഷമാട്ടാ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോ വിഷമം എന്താ വെച്ചാൽ അനിയേട്ടന്റെ കുണുക്കന്റെ കുട്ടിക്കാലം അനിയേട്ടൻ ഓർമ്മ ഹോട്ടലിന്റെ ഉള്ളില അല്ലേ? അനിയേട്ടന്റെ കുണുക്കനെ അതിന് കൂടുതൽ ഹോട്ടലില് ഞാൻ അവിടെ ഡ്രസ്സൊക്കെ മാറ്റി കൊണ്ടുപോകും. ഒരു കയ്യില്ലാത്ത ചോന്ന ചോന്ന കുറി ഉണ്ടാവും. അതിട്ടിട്ട് ഫോട്ടോ സൈഡിൽ കൊടുക്കാട്ട ആ കുട്ടിയോട് തട്ടിയിടുക വന്നിട്ട് അനിയേട്ടന് അപ്പളാണ് കാണുന്നതും അതിനെ കൊഞ്ചിക്കുന്നതും ഒക്കെ.
ആ സമയം അല്ല ഇപ്പോഴും ഞാൻ പറയും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ടെൻഷനോ കാരണമുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളെ മുന്നോട്ട് സത്യമാണ് പൊന്നു കുഞ്ഞിനുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കേണ്ടവരാ. പക്ഷെ ആ ഫ്രീഡം ഞങ്ങൾക്ക് മക്കളെ ചൊല്ലി വിടുക ദൈവം അനുവദിച്ചില്ല. ദൈവം ഒന്നും കാണാണ്ട് ദൈവം ഒരു കാര്യം ചെയ്യില്ല. നമ്മുടെ ലൈഫിൽ ഇതൊക്കെ വരുന്ന ദൈവത്തിന് അറിയായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും ദൈവം ഞങ്ങൾക്ക് ഈ 2 മുതലിന് എനിക്ക് തന്നു കണ്ടില്ല. ഇപ്പൊ ഞങ്ങൾക്ക് അത്ര വിഷമിക്കാനോ ടെൻഷൻ സംഭവ ഒരു പ്രസ്ഥാന. ഇപ്പൊ പ്രസ്ഥാനത്തിന് ദൈവം എവിടെ തടിയെന്താന്ന് പറയാം. ഷെബിയോട് ഞാൻ പറയും എന്തെങ്കിലും മേടിക്കണ്ടെങ്കിൽ മേടിക്കണ്ട. ഞാൻ എന്താ പറയാ മേടിക്കണ്ട, ഒരെണ്ണായിട്ട് മേടിക്കലുണ്ട്. അത് കുണുക്കിന്റെ എന്നിട്ട് ഹെഡ്സെറ്റ് പാട്ട് കേൾക്കണത്. ഇപ്പൊ മൂപ്പർക്ക് അതില്ല പൊന്നോ. അപ്പൊ അത് മൂപ്പര് മാത്രമായി മതി. ആ ചെറുത് വരും. ചെറുതാ ഹാൻഡ് ബാഗ് എന്നിട്ട് എല്ലായിടത്തും ചെവിട്ടതിന് മുമ്പില് പാട്ട് കേൾക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ താളം പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ചെറുതൊന്നായി മാറ്റിയ 3 അച്ഛനിപ്പോ അവിടെ തണ്ടില് ഒരു മുതലത് നമുക്ക് ഒരു മുതലിന് ഉച്ചക്ക് എന്താ ഫുഡ് വേണ്ട? പൊതിച്ചോറ്. പൊതിച്ചോറാണ് ചോദിച്ചത്. പൊതിച്ചോറിനൊക്കെ ഒരേ നാളായി പച്ചപ്പയർ ഉപ്പേരൂട്ടി ചോറിട്ട് ഞങ്ങള് ചോറ് 3-4 ദിവസം ഞാൻ വീട്ടില് ചോറ് വെച്ചിട്ട്. അപ്പൊ ഇന്ന് ചോറ് വെച്ചിട്ട് എത്ര ക്ലാസ് വെച്ചു വിശപ്പൻ്റെ തരിച്ചില്ലോട്ടോ. ഞാൻ തടി വെച്ചോന്ന് ചോദിച്ചാൽ ഇല്ലാട്ടാ. ഞാനിപ്പോഴും 76 കിലോ ഉണ്ണി 76 കിലോ. ഉണ്ണിക്ക് ഈ മാസത്തിന്റെ ഉള്ളിൽ 75 ആക്കണം. ഈ മാസത്തിന് 5 ദിവസമുള്ളോ. അതെങ്ങനെ എത്തില്ല. വേണ്ട അങ്ങനത്തെ എത്തിയാലേ വയ്യാണ്ടേ അങ്ങനെ വേണ്ട. 1 കിലോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് പറ്റിയാണ്. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അരക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടു. അതിൻ്റെ മുകളിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില ഇട്ട് അത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ട് അത് വേവിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മെഴുക്ക് പറ്റി വരാനായിട്ട് വേറെ പണിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ചിക്കൻ ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ്റെ ഇഷ്ടം ബ്രെഡ് വടന്ന് രാവിലേക്ക്. അപ്പോൾ നമ്മൾ കുക്കറെടുത്തേക്ക് വെളിച്ചെണ്ണ വെച്ചു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, സബോള കേട്ടോ. ഇതൊക്കെ ഇട്ട് ഒന്ന് വാടി വരുന്നതോടിയിട്ട് മല്ലിപ്പൊടി, ഗരം മസാല പൊടി, കുരുമുളക് പൊടി ഇട്ടു കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഇതേ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇട്ടു. പിന്നെ ഞാൻ ഇതേ പച്ചമുളക് ഇട്ടു, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. പിന്നെ ഒരു 1 കിലോത്തോളം ചിക്കൻ ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടു. ഒരൊറ്റ വിസിൽ കേട്ടോ. ഒരൊറ്റ വിസിൽ വന്നതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റ് വേവാണ് കേട്ടോ. വെന്തുടഞ്ഞിട്ടൊന്നിലൊക്കെ കറക്റ്റ് വേവാണ്. അങ്ങനെ നമ്മളിതിലേക്ക് ഇനി ഒരു അരപ്പുണ്ടാക്കാൻ പോവാണ് കേട്ടോ. അരപ്പെന്ന് പറഞ്ഞാൽ നാളികേരും 2 പച്ചമുളകും ഒരു 5-8 അണ്ടിപ്പരിപ്പ് കൂടി അരച്ച് അങ്ങോട്ട് ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ അടിപൊളി ചിക്കൻ ഉള്ള ഇഷ്ടം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ആ മിക്സിയുടെ ജാറൊക്കെ ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് അതിൻ്റെ തിക്നെസ് എങ്ങനെ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ എരിവും കാര്യങ്ങളൊക്കെ നോക്കി ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റാണ്. നമ്മൾ ഇനി ഇതിൽ ചെയ്യുന്നത് ഒരു 1/2 ടീസ്പൂണോടത്തോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ നമുക്ക് ഇതിനൊരു ക്രീമി ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നാളികേരപ്പാൽ വെച്ച് കഷ്ടപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരു 1/2 മുറി നാളികേരം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ചിക്കൻ ഇഷ്ടമാണ്. ആ പഞ്ചസാര കുറച്ച് ഗരം മസാല പൊടി ഇട്ടതോടുകൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ തിളച്ചതിന് മല്ലിയില ഉണ്ടെങ്കിൽ ഇടാട്ടെ. എൻ്റെ മല്ലിയില ഇല്ലാത്ത കാരണം അത് ഇഷ്ടമുള്ളവർക്ക് അതിടാം. പിന്നെ നമ്മൾ ചെറിയ ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. അണ്ടിപ്പരിപ്പ് ഇട്ടു. അതും വറുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. അപ്പോൾ അടിപൊളി ചിക്കൻ ഇഷ്ടം റെഡിയാണ്. അങ്ങനെ അടിപൊളി നിങ്ങൾ കാണുമ്പോൾ എന്നാ പറയുക, നല്ല തിക്ക് ക്രീമി ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റ്. നാളികേരം നല്ല മാതിരി അരയണം കേട്ടോ. അരയണേലാണ് ഈ ഒരു കറിയുടെ ടേസ്റ്റ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ അതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് അതൊക്കെ ആയി മാറ്റി നമ്മൾ ഇനി പയർ ഉപ്പേരിയാണ് ഉണ്ടാകുന്നത്. കടുക് പൊട്ടിച്ചു, ചുവന്നുള്ളി ചതച്ചിട്ടു, കുത്തിയ മുളക് പൊടി, കറിവേപ്പില ഇട്ടു. അങ്ങനെ ഉപ്പും പയറും കൂടിയിട്ട് അത് പതുക്കെ മൂടി ചെറിയ തീയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ബ്രെഡ് നമ്മൾ ആവിയിലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം ചെയ്യാട്ടോ. നമുക്ക് വിശന്ന് തുടങ്ങി എന്നുള്ള ഇളി അവിടെ നിന്ന് വരുന്നുണ്ട്. അന്ന് ഇതാണ് കറി എന്ന് പറഞ്ഞപ്പോഴുള്ള വിശപ്പ് കൂടുതലാണ് കേട്ടോ. കുണുക്കൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ ഇത്. ഭയങ്കര ഇഷ്ടമാണ് കുണുക്കനും കുണുക്കിക്കും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ.
അങ്ങനെ ഞാനും അനിയനും കുടുക്കി കഴിക്കാൻ വന്നിരുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ കുടുംബം ചെറിയ കുടുംബമായിട്ടാണ്, എത്ര ആൾക്കാർ ഒരുമിച്ച് നിന്ന് കഴിച്ചിരുന്നത്. ഇപ്പം ചെറിയ കുടുംബമായി. അപ്പം ഞാനിന്ന് ചോദിച്ചു ഇന്നൊരു വെറൈറ്റിക്ക് നമുക്ക് അടുക്കളയിൽ ഇരുന്ന് കഴിക്കാമെന്ന് വെച്ചാൽ വേറെ ഒന്നും കേട്ടോ, ചില്ലമേശമൊക്കെ കഴിക്കാം, അത് ഇന്ന് ഞാൻ തുടച്ചുണ്ടാക്കട്ടെ. അതുകൊണ്ടാട്ടോ ഇഷ്ടം പോലെ പണിയുണ്ട് നമുക്ക് കാണുന്ന പോലെ. സത്യം പറഞ്ഞാൽ വയ്യ, കുറച്ച് ദിവസമായിട്ട് തീരെ വയ്യ. നമ്മളിങ്ങനെ നടക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട, എല്ലാം ചെയ്യണം, നടക്കണം ഒക്കെ വേണ്ടേ. അതുകൊണ്ട് തന്നെ അങ്ങനെ അവർ ഭയങ്കര ടേസ്റ്റ് കൊടുക്കണം കഴിക്കട്ടെ. നേരത്തെ നമ്മളെ കരണ്ട് ചതിച്ചു, കരണ്ട് പോയി, പക്ഷേ അപ്പം തന്നെ കരണ്ട് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഞാൻ 2 എണ്ണം കഴിച്ചോട്ടെ എന്ന് വെച്ചാൽ എനിക്ക് ഡയറ്റും കാര്യങ്ങളും ശരിക്കും ഇത് കഴിക്കാൻ പാടാന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കണതല്ലേ, എന്നുള്ളതല്ലല്ലോ. അപ്പോൾ ഒന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ. നമ്മൾ നാളികേരപ്പാലൊന്നും ശരിക്കും കഷ്ടപ്പെടേണ്ട കാര്യമില്ല, നല്ല ക്രീമി ടേസ്റ്റ് തന്നെ കേട്ടോ. ഇഞ്ചൊക്കെ നിന്ന് കഴിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് അല്ലേ. ഞാൻ ഇതുണ്ടാക്കി ഞാൻ തിരഞ്ഞെടുക്കുന്ന സാധനം എന്താണെന്ന് അറിയാം, അണ്ടിപ്പരിപ്പ്. ബ്രെഡും ഇതൊക്കെ വായിൽ അരിഞ്ഞ് പോണ ഫീലില്ലേ. അങ്ങനെ നമ്മുടെ അടുത്തത് നമ്മൾ കുറച്ച് ഒരു 1/2 കിലോ നത്തോലി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോണേക്കാൾ മുന്നേ ഇതുണ്ടാക്കണം. ഈ ചിക്കൻ്റെ വേവിക്കാൻ വെച്ചതിന് അപ്പുറത്ത് മീൻ നന്നാക്കിയായിരുന്നു കേട്ടോ. നത്തോലി കിട്ടിയത് വേറെ ഒരു മീനും ഇല്ല കേട്ടോ. അപ്പം ഞാൻ അച്ഛനായിട്ട് പറഞ്ഞു, പണ്ടൊക്കെ എൻ്റെ അമ്മ നത്തോലി ഇരുമ്പാമ്പുളിക ഇട്ട് കറി വെച്ചിരുന്നുണ്ട്. നമുക്കൊന്ന് വെച്ചവനെ ഇപ്പോൾ വെക്കാറില്ല അത് കേട്ടോ. ഉണ്ണോൾക്ക് ദേശീയമില്ലാത്ത മീനായിക്കാരാണ് വെക്കാത്തത്. അപ്പം ഞാൻ വിചാരിച്ചു കുഞ്ഞ് ചട്ടിയിൽ മതി. കുഞ്ഞ് ചട്ടിയിൽ കറിവേപ്പിലയും 2 പച്ചമുളക് ചീന്തിയിട്ടു, ഒരു തക്കാളി അരിഞ്ഞിട്ടു, കറിവേപ്പില ഇട്ടു, ഇഞ്ചി ചുവന്നുള്ളി ചതച്ചിട്ടു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യം കുറച്ച് കുടംപുളി ഇടണം കേട്ടോ. അപ്പോൾ ഈ കറി സത്യം പറഞ്ഞാൽ വെച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് നത്തോലി കറി വെച്ച് കഴിക്കുന്നത്. അങ്ങനെ കുടംപുളി എൻ്റെ പെങ്ങളുടെ ഇടുന്ന കുടംപുളിയായിട്ട് നല്ല കുടംപുളി. അപ്പോൾ അത് വീട്ടിൽ ഉണക്കി പൊടിക്കുമ്പോൾ അത് നല്ലതല്ലേ. കുറച്ച് കല്ലുപ്പ് ഇട്ടു കേട്ടോ. അപ്പോൾ അതേ അങ്ങനെ സെറ്റായിട്ട് നമ്മുടെ കറിക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ട അരപ്പുണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിൽ എനിക്കൊരു 1/2 മുറി തേങ്ങയാണ് ഇട്ടുന്നത് കേട്ടോ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നന്നായി അരയ്ക്കണം കേട്ടോ. അരപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കറികൾ വയ്ക്കുമ്പോഴും അതിനെ ചാന്ത് പോലെ അരച്ച് വരുന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവേണ്ട. സത്യം പറഞ്ഞാൽ പരിപ്പ് കറിക്കൊന്നും അത്ര അരയണ്ട, പക്ഷേ മീൻ കറിക്ക് നല്ല മധുരം അരയണം കേട്ടോ. അങ്ങനെ അത് അരച്ചു, അതുകൊണ്ട് ചട്ടിയിൽ ഒഴിച്ചു. ഇനി അത് ഗ്യാസൊക്കെ കത്തിച്ച് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ അത് തിളച്ചതിനോട് കൂടിയിട്ട് നമ്മൾ ഈ 1/2 കിലോ മീൻ 2 വശത്ത് 2 ഭാഗമാക്കി. സത്യം 1/2 കിലോ ഉണ്ടോയെന്നുള്ള ശമിച്ചു, അത്ര തന്നെയാണ് മേടിച്ചത് എനിക്കറിയില്ല കേട്ടോ. കുറച്ചുണ്ടായിരുന്നല്ലോ. മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് ഇട്ടിട്ട് അത് തിരുമ്പി വെച്ചു. പിന്നെ കുറച്ച് മീൻ കറിക്ക് വേണ്ടിയിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പിടി കറി വയ്ക്കാനും ഒരു പിടി വറക്കാനും ഇത്ര മതി, നമ്മളെല്ലാം ഉള്ളൂ. ഞങ്ങൾക്ക് ഒരുപാടൊന്നും ആവശ്യമില്ല. ആകെ കുറച്ച്, ഒരുപാടുണ്ടെങ്കിലും 2 ദിവസം 3 ദിവസം ഇത് തിന്ന് തീർക്കേണ്ടി വരും. പിന്നെ ഈ 2 ദിവസം മുന്നേ മേടിച്ച ചിക്കൻ ഞാൻ മസാല പറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എപ്പോഴേലും ഉണ്ണികൾക്ക് വറുത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ചിക്കൻ മേടിച്ചാൽ അപ്പം തന്നെ എല്ലാം വെച്ച് തീർക്കാറില്ല. അപ്പോൾ 2.5 കിലോ ചിക്കൻ മേടിച്ചിട്ട് ഇന്നലെ കുറച്ച് കുക്കർ ചിക്കൻ വെച്ചു കണ്ടില്ലേ. ബാക്കി കുറച്ച് ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ചിക്കൻ ഇഷ്ടമുണ്ടാക്കിയിട്ടൊക്കെ അത് കുഞ്ഞ് കോഴി 2.5 കിലോൻ്റെ കോഴി മേടിച്ചത്. പിന്നെ ഈ ചിക്കൻ വറുക്കാനും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ തലേ ദിവസം രാത്രി എനിക്കത് ചിക്കൻ്റെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഒരൊറ്റ ട്രിപ്പ് ചിക്കൻ മേടിച്ചിട്ട് ഇത്രയൊക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മൾ ഈ മീൻ കറിയുടെ ഒരു ഭംഗി അടിപൊളി മീൻ കറി കേട്ടോ. അപ്പോൾ ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം. കുറച്ച് വെളിച്ചെണ്ണയിൽ നല്ല ചുവന്നുള്ളി കറിവേപ്പിലൊക്കെ വറുത്ത് കോരിയിട്ടപ്പോൾ നമ്മുടെ മീൻ കറിയുടെ ലെവൽ അങ്ങോട്ട് മാറി. നല്ല മീൻ കറി ആയിരുന്നു, നല്ല നത്തൂരായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മീൻ കറി. സത്യം ഞാൻ വളരെ കുറച്ച് വെച്ചുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നാളെ രാവിലെ
അമ്പലത്തിലേക്ക് പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നാളേക്ക് വേണ്ടല്ലോ, ഇന്നത്തെ ഒരു ദിവസമല്ലേ വേണ്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നാളികേര ചമ്മന്തി ഉണ്ടാക്കി, മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കി. അതൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഡബ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, കാരണം ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പോൾ എൻ്റെ ശബ്ദം കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറച്ച് ശബ്ദത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കും. പിന്നെ എൻ്റെ ശബ്ദത്തിനും മാറ്റമുണ്ട്. എനിക്ക് ഭയങ്കര തലവേദന, തീരെ വയ്യ സത്യം. ഫോൺ എഡിറ്റ് ചെയ്യുമ്പോൾ ഫോണിലേക്കൊന്നും നോക്കാൻ പറ്റില്ല, ഭയങ്കര വെളിച്ചവും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യണത് നമ്മളെ നെഗറ്റീവുകാർ വിചാരിക്കും, നമുക്കും ജീവിക്കണ്ട്. ഞാൻ പറയാറുണ്ടല്ലോ, നമ്മുടെ ഒരു ജീവിതമാർഗ്ഗം തന്നെയാണ് എന്നും യൂട്യൂബ്. അങ്ങനെ ഞങ്ങൾ കുളിച്ചിട്ട് വരാമെന്ന് വെച്ച് പോയിട്ടാ. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. പണികളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ പൊതിച്ചോറിനുള്ള ചോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി പാക്ക് ചെയ്യണം. അപ്പോൾ അത് പാക്ക് ചെയ്താലോ എല്ലാവരും ഭയങ്കര 3-4 ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ വീട്ടിൽ ചോറ് വയ്ക്കുന്നത്. ചോറ് അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഒരു വികാരമല്ല. അപ്പോൾ അത് ഉണ്ണാളെ തയ്യാറെടുപ്പിലാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ഈ മഴ ഇന്ന് രാവിലെ തൊട്ട് നിൽക്കാണ്ട് മഴ തന്നെ കേട്ടോ, അപ്പോൾ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഒരു പൊതിച്ചോറൊക്കെ കഴിക്കാം എല്ലാവർക്കും ആഗ്രഹം, നല്ല ചൂട് പൊതിച്ചോറ്. അപ്പോൾ അതിനുള്ള എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം കേട്ടോ. അത് നമ്മുടെ പൊതിച്ചോറിന് ആവശ്യമുള്ള ഓംപ്ലേറ്റ്, പയറുപ്പേരി, നത്തോലി വറുത്തത്, ചിക്കൻ വറുത്തത്, പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടൊരു മെഴുക്ക് പുരട്ടി പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ നാരങ്ങച്ചാറ്, നത്തോലി കറി വെച്ചത്, എന്താ പറയുക ചമ്മന്തി, തേങ്ങ ചമ്മന്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അഞ്ചേട്ടന് എനിക്ക് ചോറ് പൊതി വെച്ചിട്ട് ആദ്യം ഒരു ഇല വെച്ചുട്ടാ. അഞ്ചേട്ടന് ചോറുണ്ടെങ്കിലൊപ്പം എനിക്ക് ഞാൻ ഇട്ടു. പിന്നെ ഞാൻ വെച്ചു അഞ്ചേട്ടൻ പാവം സമാധാനമായിട്ട് കഴിച്ചോട്ടെ, എനിക്ക് ഞാൻ വേറെ പൊതിച്ചോറുണ്ടാക്കി പൊതിഞ്ഞു വിട്ടു. എനിക്ക് ആകെ കുറച്ച് വേണ്ടു. അപ്പോൾ ഞാൻ അഞ്ചേട്ടന് കുറച്ച് ചമ്മന്തി വെച്ചു, കുറച്ച് ഉരുളക്കിഴങ്ങ് ഉപ്പേരി, മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു അത് വെച്ചു, പയറുപ്പേരി വെച്ചു, ചിക്കൻ വറുത്തത് വെച്ചു, നത്തോലി വറുത്തത് കുറച്ച് വെച്ചു, പിന്നെ നല്ല നാരങ്ങച്ചാറ്, പിന്നെ ഈ മീൻ കറിയാണ് കേട്ടോ സൈഡിൽ വെച്ച്, മുട്ട ഓംപ്ലേറ്റ്. ആഹാ, അടിപൊളി ഉച്ചൂണ് റെഡി. അങ്ങനെ ഈ അടുത്തത് ഞാൻ പൊതിഞ്ഞത് നമ്മുടെ കുണുക്കനുണ്ട്. അപ്പം ഞാൻ ഇലയിൽ ആദ്യം കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒന്ന് വരുന്നുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റ്, ചോറ് കുഴച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാം. അങ്ങനെ നമ്മൾ ഈ പയറുപ്പേരിയും മെഴുക്ക് പുരട്ടിയും മീൻ കറിയും ചമ്മന്തി എല്ലാ കറിയും എല്ലാതും ഉണ്ണോളും കഴിക്കും കേട്ടോ. ചില കുട്ടികൾ എരിവ് കഴിക്കില്ല, അവർക്ക് അധികം എരിവ് പാടില്ല, അങ്ങനെയല്ല കേട്ടോ. ഇവിടെ കുണുക്കനായാലും കുണുക്കായാലും കാർത്തുമായാലും അവരെല്ലാം എരിവ് നമ്മൾ ഇങ്ങനെ ഫുഡ് കഴിക്കണമെന്ന് വെച്ചാൽ അതുപോലെ കേട്ടോ. ഇപ്പം ഞാൻ ഈ കുണിക്കുമ്പോഴേക്കാണ് കേട്ടോ, അല്ല കുണിക്കുമ്പോഴേക്കല്ല പൊന്നൂനെ തോന്നും, പൊന്നൂനുള്ള അല്ല കേട്ടത്. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഓരോരുത്തർ അനിയേട്ടനും കൂടി കുളിച്ച് വരാനുണ്ട് കേട്ടോ. അനിയേട്ടനും കൂടി കുളിച്ച് വന്നതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാറുണ്ട്. അത് കുടിക്കുമ്പോഴേക്കുള്ളതായിരുന്നു. ഇതാണ് കേട്ടോ പൊന്നൂനുള്ളത്. പൊന്നൂന് കുറച്ച് വലിയ ഇല ഇട്ടു, കുറച്ച് ഉപ്പേരിയും. ഷെബിക്ക് ഇപ്പം ജിമ്മിന് കാര്യമൊക്കെ ഷെബി പോകണാനും അവൻ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ. എന്നാലും അവൻ പ്ലേറ്റിൽ ചിക്കൻ കുറച്ച് ഇതല്ല ഓവനിൽ ചുട്ടെടുത്തത് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും മീൻ കറിയും ഉപ്പേരിയും അത് കൂടിയിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് നമ്മളെ വീഡിയോ കാണുന്ന ആരോ ഫോൺ വിളിച്ചാണ്. അപ്പോൾ അങ്ങനെ അവരോട് സംസാരിച്ചു, വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഊണ് കഴിക്കാൻ പോവാണ്, ചോറ് പൊതി ഉണ്ടാക്കാൻ വീഡിയോ എടുക്കാൻ പോകാൻ. കുട്ടി പറഞ്ഞു തിരക്കാണെങ്കിൽ വെച്ചോളോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ച് അങ്ങനെ വെച്ചോട്ടാ. ഇത് എനിക്കുള്ള പൊതിച്ചോറാട്ടോ. ഞാൻ വളരെ കുറച്ച് ഞാൻ ചോറ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ നാളായി ചോറിനിട്ട്. അപ്പോൾ ചോറിന് സത്യമാണ് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. മീൻ കറി കൂട്ടിയിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. കാരണം ഉണ്ണോട് സ്കൂളിൽ പോകണമെങ്കിൽ ഞാനും മീൻ ഒരു വേണം. ഇവിടെ ഇരുന്നല്ല ഇവിടെ ഇരുന്നോ, ഞങ്ങളോട് വാ. ഒരു വേണം അവൻ ഷെബിക്ക് ഫുഡ് കൊടുത്തില്ലാണ്ട്. അതേ അവൻ്റെ ഫുഡ് അടി കഴിഞ്ഞിട്ട് അവൻ പ്ലേറ്റ് പിടിച്ച് വരുന്ന ഒരു വരവാണ് കേട്ടോ. അവനാണ് ആദ്യം കഴിച്ചത്. അപ്പോൾ അവൻ വന്ന ശേഷം എന്നോട് പറഞ്ഞു അമ്മ ചോറ് വെച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ഉണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ ചോറ് ഉണ്ട് കേട്ടോ.
അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ അത് അനിയേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. അപ്പോൾ അത് അനിയേട്ടൻ കുളിച്ച് ഷർട്ടൊക്കെ മറിച്ചുള്ളതായിട്ട് വന്നിട്ട് അപ്പോൾ ഒരു മഞ്ഞടിക്ക് തന്നിട്ട് അതൊരു സ്നേഹമാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെയാണ്, അല്ലാണ്ട് ഒരിക്കലും വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല. അപ്പം ഞാനൊരു സന്തോഷത്തോടുകൂടി അവർക്കൊരു കാര്യം ചെയ്യുമ്പോൾ അവരുടെ ഒരു സന്തോഷം ഞാൻ പ്രതീക്ഷിക്കണോ, ഒരു കൊടുക്കൽ വാങ്ങൽ ചടങ്ങ് എന്ന് പറയും. അതായത് ഞാൻ അവർക്ക് സ്നേഹം പൊതിഞ്ഞു കൊടുത്തു, അവരേക്കതൊരു ഉമ്മയായിട്ട് തന്നു, അത്രേ ഉള്ളൂ. ചിലവർക്ക് ഇത് പറയാം, ഓ ഭയങ്കരമായിട്ട് കാണിച്ചിട്ട്, അതൊക്കെ നിങ്ങളുടെ വെറും തോന്നലാണ്. ഞങ്ങളുടെ ലൈഫിൽ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷം നിമിഷങ്ങളൊക്കെ നമ്മളായിട്ട് കണ്ടെത്തണതാണ്. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഞാൻ 2 ദിവസം മുന്നേ മേടിച്ച ചിക്കൻ്റെ കുറച്ച് മസാല വെച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, പയർ 2-3 ദിവസം മുന്നേ മേടിച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, ഉരുളക്കിഴങ്ങ് ഒരു 2 എണ്ണം ബാക്കി എന്നത്തെയോ ഇരിക്കുന്നുണ്ട്, അതും പിന്നെന്താ മുട്ട ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഓംലേറ്റ് ഉണ്ടാക്കി. പിന്നെ മീൻ എക്സ്ട്രാ നമ്മൾ മേടിച്ചത് 1/2 കിലോ മീനാണ് കേട്ടോ, നത്തോലി. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച് നമ്മുടെ മക്കൾക്കും ഭർത്താവിനും നമ്മൾ ആഗ്രഹിച്ച് അവർക്ക് പൊതിച്ചോറ് വേണമെന്നുമ്പോൾ ഉള്ളതുകൊണ്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ഇന്ന് നല്ലതായിട്ട് അവരാഗ്രഹം പറഞ്ഞ് എന്നോട് പെട്ടെന്നൊരു കാര്യമാണെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ അതെനിക്കൊരു പ്രത്യേക സന്തോഷമാണ്. എന്താ വെച്ചാൽ കുണുക്കൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് പൊതിച്ചോറ്, ചട്ടിച്ചോറൊക്കെ. കുണുക്കൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ഒരു മോനാണ് കേട്ടോ കണ്ട. അപ്പോൾ ഇതാണ് എൻ്റെ സന്തോഷം. ഇത്ര നേരം പണിയെടുത്തപ്പോൾ എന്ത് കിട്ടി എന്ന് ചോദിക്കുക, ഇതാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ മനസ്സിൽ വയറും നിറയാണ് ഇവർ കഴിക്കണത് കാണുമ്പോഴും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോ. കുണിക്കുമ്പോൾ ഇപ്പുറത്ത് ഇരുന്ന് നമ്മുടെ കുണിക്കുമ്പോൾ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. കുണിക്കുമ്പോഴും പൊന്നന് ഇപ്പുറത്ത് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഷേപ്പിംഗ് ക്യാമറമാനായിട്ട് അങ്ങോട്ട് നടക്കണേ, മൂപ്പിക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ മൂപ്പിന് പറക്കിയിട്ട് ചിക്കൻ വറുത്താണ് കുണിക്കുമ്പോഴുള്ള ഫേവറേറ്റ് കേട്ടോ. അപ്പോൾ അനിയേട്ടൻ ഞാൻ പൊതി ഞാൻ തുറക്കാനുള്ള. അപ്പോൾ അതിനായിട്ട് പറഞ്ഞു ആദ്യത്തെ ഒരു ഉരുള ഉണ്ണിക്ക് തരാറുണ്ട്, അനിയൻ്റെ ഒരു ഉരുള കേട്ടോ. അതൊരു സന്തോഷം, അതൊരു സ്നേഹ ഉരുളയാണ്. അത് ചോദിച്ചിട്ടൊന്നുമല്ല കേട്ടോ, അനിയേട്ടൻ ഇങ്ങനെയായിട്ട് തന്നിട്ട് എന്തോ ആ സമയത്ത് എന്തോ പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ശ്രദ്ധ പോയതാട്ടോ. അങ്ങനെ എന്തോ കലയൊക്കെ ചെയ്ത് തോന്നണോ അവന്. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് വന്നിട്ട് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഇരുന്ന് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം സ്വന്തമായിട്ട് എനിക്കൊരു പൊതിച്ചോറ് ഞാൻ ഉണ്ടാക്കി. എനിക്കായിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ. ഇവരുടെ ആരുടേന്നൊക്കെ കൈയിട്ട് മാറ്റി തിന്നലാണ് എൻ്റെ പതിവ്. അനിയൻ്റെ നിന്ന് കൂടുതൽ അനിയൻ്റെ നിന്ന് ഷെയർ അടിക്കലാണ് പതിവ്, അല്ലെങ്കിൽ കൈക്ക് ഉണ്ണിയോളിൽ നിന്ന് ഷെയർ ചെയ്യലാൽ മതി. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു എന്നാൽ എന്നോട് സമാധാനമായി കഴിച്ചു. എനിക്കായിട്ട് ഞാനൊരു കുഞ്ഞ് ഞാൻ പൊതിഞ്ഞിട്ടുണ്ടെന്നുണ്ട്. എനിക്ക് വളരെ കുറച്ചൊരു 1.5 ചട്ടകം ചോറും ഒക്കെ തരിയേശ ഉപ്പേരിയും എല്ലാതും കുറച്ച് കുറച്ചേശായിട്ട് കഴിക്കട്ടോ. അത് എനിക്ക് സത്യം പറഞ്ഞാൽ അത് മതി കേട്ടോ. എന്ന് വെച്ചാൽ പൊതിച്ചോറ് നമുക്ക് കുറച്ചുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് വയറുന്നു അറിയും കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ഒരുപാട് ഹാപ്പിയായി സന്തോഷത്തോടൊക്കെ എല്ലാവരും ഉച്ചയൂണൊക്കെ കഴിച്ചു. അതിന് ശേഷം നമ്മുടെ ഓണ കളക്ഷൻ്റെ കുറച്ച് സാരികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിലുണ്ട്, എല്ലാവരും കയറി കണ്ടോളൂ കേട്ടോ.